എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമായിട്ട് ഗീതു മോഹൻദാസ് നല്ലൊരു സമ്മാനം തന്നിട്ടുണ്ട്. യഷിന്റെ ഏറ്റവും പുതിയ മൂവി ടോക്സിക്. നല്ലൊരു ഫിലിമോഗ്രഫിയിൽ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. KGF 1, KGF 2, ഇനി അടുത്ത രാമായണ, അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ഇനി വരാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് ടോക്സിക് എന്നൊരു സിനിമയിൽ ഒന്ന് അഭിനയിച്ചു. ഈ ഒരു ഓണ സമ്മാനം യഷും ഞങ്ങളും ഒരിക്കലും മറക്കത്തില്ല. യഷു മറന്നാലും ഒരു മലയാളി പോലും മറക്കത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഓണ സമ്മാനം ഇനി ഒരിക്കലും ഒരു മലയാളിക്കും കിട്ടാൻ പോകുന്നില്ല. 3.5 മണിക്കൂർ അപരാധം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അപരാധത്തിന്റെ അപ്പുറത്ത് കാട്ടപരാധത്തിന്റെ അപ്പുറത്തൊരു വാക്കുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്ക് പറഞ്ഞു, അതിന്റെ പീക്കാണ് സിനിമ. നമ്മളെ അങ്ങ് കൊന്നു കൊല വിളിക്കും. 3.5 മണിക്കൂർ നമ്മൾ ആ ഒരു തിയേറ്ററിന്റെ അകത്ത് ഇങ്ങനെ പിടിച്ചിരുത്തി നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലൂല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ നമ്മൾ ആഷിർ പറഞ്ഞ പോലെ തുടിക്ക പ്ലക്കണം. അതാണ് ഓരോ 10 മിനിറ്റിലുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ അതിനേക്കാളും അപരാധം. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണോ, ഒരു ഗാങ്സ്റ്ററിന്റെ റിവെഞ്ച് ആണോ, അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൻ ഇമോഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ആൾട്ടർ ഈഗോ സംസാരിക്കുന്നതാണോ, എന്താണെന്ന് ഒരു പിടുത്തമില്ലാത്തൊരു സ്റ്റോറി ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല. കുറെ ബോംബും വെടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പൊട്ടിക്കും. ഇതിനും മാത്രം ബോംബും വെടിയും എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് അണ്ണന്റെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴുള്ള ഒരു പ്ലക്കല്, ഇത് മാത്രമേ ഉള്ളൂ. ഈ സിനിമയിൽ ആകെ കൊള്ളാൻ തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന് യഷിനെ കാണാൻ നല്ല രസമാണ്. യഷിന്റെ പെർഫോമൻസിലേക്ക് ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. 1-2 ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. ഒരു സർക്കസിന്റെ അകത്തുള്ളതും ഒരു ബാറിന്റെ അകത്ത് കുറച്ച് ലേഡീസ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ DOP ആണ്, രാജീവ് രവിയാണ് ചെയ്തിരിക്കുന്നത്. പറയേണ്ട കാര്യമില്ല, നല്ല കിടിലം വിഷ്വൽസ് ആണ്. ഇത് രണ്ടും അല്ലാതെ സിനിമയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. കണ്ടു മടുത്ത സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ കണ്ട് മടുത്ത ഒരു സ്റ്റോറി ഉണ്ടല്ലോ. സ്റ്റോറി പോട്ടെ, അതിനേക്കാളും വെറുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു പയ്യൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡാഡി ഡാഡി എന്ന് പറഞ്ഞ് കരയും. എൻ്റെ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ ആ കള്ള നായിനെ ഞാൻ അവിടെ ഇട്ട് വെടിവെച്ച് കൊന്നേനെ. പക്ഷെ എൻ്റെ പൊന്നോ, സഹിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. സിനിമയുടെ പ്രസന്റേഷനിലും കുറച്ചുപേരുടെ പെർഫോമൻസും കൊള്ളാം. സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഇങ്ങനെ ആയിട്ട് ഇനി പെർഫോമൻസ് ഏത് ലെവലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ക അപരാധമാണെന്നുള്ള കാര്യം. ഫസ്റ്റ് ഹാഫിൽ ഒരാൾ പോലും വിസിലോ ക്ലാപ്പോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഒരാൾക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എന്താണ് ഈ കാണുന്നത്. യഷ് പോലത്തെ ഒരു നടൻ വന്ന് ചെയ്ത സിനിമയാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി നമ്മൾ ആ ഒരു അപരാധത്തിൽ എത്തിക്കഴിഞ്ഞു മോനെ, ഇനി ആ ഒരു സിനിമ നമ്മുടെ കയ്യിലാണെന്ന്. പിന്നീട് അങ്ങ് ഫുള്ളും പരസ്പരം എല്ലാവരും ട്രോളാണ്. കോമഡി പടം കാണത്തില്ലേ, ആ ഒരു വൈബായിരുന്നു ഈ സിനിമയ്ക്ക്. KGF 1, KGF 2 ഒക്കെ ചെയ്ത് രാമായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ചെയ്ത സിനിമയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിലിമോഗ്രഫി നിൽക്കുന്ന ഒരു മനുഷ്യൻ തലവെച്ച സിനിമയാണ്. നിങ്ങൾക്ക് എന്താണ് മനുഷ്യൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഗീതു ചേച്ചി, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബ്രഹ്മാണ്ഡമായിട്ടുണ്ട്, വേറെ ലെവൽ ഇതിഹാസം, വേറെ വാക്കുകളില്ല എനിക്ക് പറയാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓസം ഓണം ഗിഫ്റ്റ്. യഷ് നല്ല പണിയെടുത്തിട്ടുണ്ട് സിനിമയിൽ. അതിപ്പം ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും പെർഫോമൻസ് വൈസ് ആയാലും അയാൾ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി അയാളുടെ മാക്സിമം അയാൾ ഈ സിനിമയിൽ എഫേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേക്ക് ഇങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം എത്ര പോളിഷ് ഇടാൻ നോക്കിയാലും ഒരു സാധനം കയ്യിൽ നിന്ന് പോയത് തന്നെയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയിന്ന്. പിന്നെ അവസാനമൊക്കെ ഇവർ കുറെ പോളിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് മറ്റേ ലെവലാണ്, ഈ ലെവലാണ്, ഹോളിവുഡ് ലെവലാണ്, നമ്മൾ കാണാത്ത ലെവലുള്ള സിനിമയാണെന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മാതിരി പോളിഷ് അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗുണവുമില്ല. അപരാധത്തിന്റെ പീക്ക് അതാണ് ഈ പടം. ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ഊളപ്പടം ഞാൻ കണ്ടിട്ടില്ല. റീസെന്റ് ഒരു 5-6 വർഷത്തിൽ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ വേസ്റ്റ് പടം. വേസ്റ്റ് എന്ന് വെച്ചാൽ അമ്മാരി ഊളപ്പടം. അതും യഷാണ് ഈ സിനിമയിലെ നായകൻ. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. KGF 1 KGF 2 ഒക്കെ ഞാൻ അമ്മാതിരി ആഘോഷിച്ച സിനിമയാണ്. അങ്ങനത്തെ ഒരു നടന്റെ സിനിമയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. യഷിനി തോന്നുന്നില്ല ഒരിക്കലും ഒരു മലയാളി ഡയറക്ടർ കഥ പറയാൻ പോയ കഥ കേൾക്കുന്നു, ഓട്ടിച്ചു വിടും. അത് ഈ സിനിമയിലുണ്ട്. സോ എന്നാലും താങ്ക് യു ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിന്. താങ്ക് യു യഷ്, താങ്ക് യു ഗീതു ചേച്ചി. പണ്ട് മമ്മൂക്കയുടെ കസബ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് ചേച്ചിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാണ് ഈ ഒരു സിനിമയിൽ ഫീമെയിൽസിനെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫീമെയിൽ എന്ന് പറഞ്ഞാല് അതിന് വേണ്ടിയിട്ടാണ്, അതായത് തുടിക്ക ഒരു നായകന് പ്ലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിക്കാണ് ഈ സിനിമയിലുള്ള ഓരോ 10 മിനിറ്റ് അല്ല, സിനിമയിൽ ആരൊക്കെ എവിടെ വന്നാലും അതിനുവേണ്ടി മാത്രം എന്ന രീതിക്കാണ് പുള്ളിക്കാരി ഓരോ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയും സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരുടെ ലൈഫിൽ പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ സിനിമയിലോട്ട് വരുമ്പോഴും സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ പാടില്ല. ആ ഒരു കാര്യത്തിന് പറഞ്ഞ് ഇവിടെ വലിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയതാണ്. സിനിമയിൽ വന്നപ്പോൾ പുള്ളിക്കാരി കസബ സിനിമയിൽ കാണിച്ചതിന്റെ ഒരു 1000 മടങ്ങ് വേറെ ലെവലായിട്ടാണ് പുള്ളിക്കാരി ഇതിൽ ഫീമെയിലിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്
വേറൊരു കാര്യമാണ്. എന്തായാലും കൊള്ളാം. സോ എന്തായാലും എല്ലാവരും പോയി സിനിമ കണ്ടു നോക്കുക. ഞാൻ ഈ പറഞ്ഞ എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ സിനിമ വേറെ ലെവലായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ മൂവി ആയിരിക്കാം. സോ പോയി കണ്ട് അനുഭവിക്കുക. പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.